ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷാ താരങ്ങൾ ഇന്നിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഏഷ്യ കപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിലാണ് യോഗം നടക്കുന്നത്. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ച് വികസിത് ഭാരത് അറ്റ് 2047 എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്തത്തോടെയുള്ള ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമ നഗര ജനസംഖ്യയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമാണ് ഗവേണിംഗ് കൌൺസിൽ യോഗം ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 112ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത പരിപാടി ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. വൈകിട്ട് ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കും. ക്യാമ്പയിനൊപ്പം സമയബന്ധിതമായി പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിന് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ചിറക്കലിൽ ചെറുശ്ശേരി മ്യൂസിയം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ അടുത്ത മാസം 15-നകം തയ്യാറാക്കി സമർപ്പിക്കും. മലബാറിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ചിറക്കൽ കിഴക്കേക്കര മതിലകം ക്ഷേത്രം പൈതൃക സംരക്ഷണ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിവരികയാണെന്നും KV സുമേഷ് MLA അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൃഷ്ണഗാഥയുടെയും ചെറുശ്ശേരിയുടെയും ചരിത്ര പ്രാധാന്യം ചിത്രീകരിക്കുന്ന മ്യൂസിയത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയം, വൃന്ദാവനം, മുഴുവൻ സമയവും കൃഷ്ണഗാഥ ശ്രവിക്കാവുന്ന ശബ്ദ സംവിധാനം എന്നിവയും ഒരുക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയ്ക്ക് ചെറുശ്ശേരിയുടെ സാഹിത്യ സാംസ്കാരിക പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലാകും മ്യൂസിയം നിർമ്മിക്കുക. മ്യൂസിയത്തിനായി ഗവൺമെന്റ് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രനഗരിയായ ചിറക്കലിന്റെ തീർത്ഥാടന ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന് KV സുമേഷ് MLA പറഞ്ഞു. കൃഷ്ണഗാഥയിലെ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ കംസവധം വരെയുള്ള ഭാഗങ്ങൾ ക്ഷേത്രഗോപുരത്തിൽ അതിമനോഹരമായ കൊത്തുപണിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 9 ആണ്ട്. സ്വപ്നം കാണാൻ യുവതയോട് ആഹ്വാനം ചെയ്ത എക്കാലത്തെയും ജനകീയ രാഷ്ട്രപതിയായിരുന്നു അവുൾ പക്കീർ ജൈനലുബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം മിസൈൽ സാങ്കേതിക വിദ്യയിൽ വളരെയധികം സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയായ കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ 3ാം പ്രഭാഷണവും കഥയരങ്ങും നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കരുനാഗപ്പള്ളി ഓണാട്ടുകര ഹാളിൽ നടക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിക്കും. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പ്രഭാഷണം നടത്തും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. അതിദരിദ്ര കുടുംബങ്ങളിലേക്ക് ഉപജീവന മാർഗങ്ങൾ എത്തിച്ച് കുടുംബശ്രീ. ഉജ്ജീവനം പദ്ധതിയിലൂടെയാണ് കുടുംബശ്രീ അതിദരിദ്രരുടെ കണ്ണീരൊപ്പുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതികൾ തയ്യാറാക്കുകയും വ്യക്തിഗത പദ്ധതികൾക്ക് പരമാവധി 50,000 രൂപ വരെ സ്റ്റാർട്ടപ്പ് ഫണ്ട് നൽകുകയും ചെയ്യും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇടുക്കിയിൽ 42 കുടുംബങ്ങൾക്കായി 17,77,000 രൂപയുടെ ഉപജീവന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യവും സാമ്പത്തിക സഹായവും നൽകി സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ഭവന സന്ദർശനം, പദ്ധതി തയ്യാറാക്കൽ, സാധുതാ പരിശോധന, മൊബൈൽ ആപ്പ് എൻട്രി, സ്കിൽ പരിശീലനം, സാമ്പത്തിക സഹായം അനുവദിക്കൽ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് പദ്ധതി ആരംഭിക്കുക. NRLM ഫണ്ടിൽ നിന്നാണ് തുക വിനിയോഗിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷാ താരങ്ങൾ ഇന്നിറങ്ങും. മെഡൽ പ്രതീക്ഷയുള്ള ഇനങ്ങളായ ഹോക്കി, ബോക്സിംഗ്, ബാഡ്മിന്റൺ എന്നിവയ്ക്കു പുറമെ തുഴച്ചിൽ, ടേബിൾ ടെന്നീസ്, ഷൂട്ടിംഗ് എന്നീ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് പ്രഥമ മത്സരങ്ങളിൽ പങ്കെടുക്കും. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, പുരുഷ ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യം, വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, ടാനിഷ് ക്രാസ്റ്റോ സഖ്യം എന്നിവരുടെ ആദ്യ മത്സരങ്ങൾ ഇന്നാണ്. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, ശ്രീറാം ബാലാജി സഖ്യത്തിന്റെ ആദ്യ മത്സരം വൈകിട്ട് 3:30 ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ റൈഫിൾ ടീം, 10 മീറ്റർ എയർ പിസ്റ്റൽ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. നാളെ വൈകിട്ട് 3 ധാംബുള്ളയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ 10 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. രണ്ടാം സെമി ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. 3 മത്സരങ്ങളുള്ള T20 പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ശ്രീലങ്കയിലെ പല്ലേക്കല അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരമാണിത്. മറുവശത്ത് ശ്രീലങ്കയും ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ചരിത് അസലങ്ക ക്യാപ്റ്റനും സനത് ജയസൂര്യ താൽക്കാലിക പരിശീലകനുമാണ്. കൊല്ലത്ത് നടന്ന ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം കിരീടം നേടി. തമിഴ്നാടിനെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടമണിഞ്ഞത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശാണ് ജേതാക്കൾ. മന്ത്രി KN ബാലഗോപാൽ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ കൈമാറി. KSRTCയുടെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന യാത്രയ്ക്ക് നാളെ തുടക്കമാകും. വിവിധ ഡിപ്പോകളിൽ നിന്നായി ആദ്യ ദിനമെത്തുക 300 പേർ. ആറന്മുള വള്ളസദ്യയിലും പങ്കെടുത്താകും ഭക്തർ മടങ്ങുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി ആരംഭിക്കുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന യാത്രയ്ക്ക് നാളെ തുടക്കമാകും. കണ്ണൂർ, തൊടുപുഴ, വൈക്കം, നെടുമങ്ങാട്, വെഞ്ഞാറമ്മൂട്, മാവേലിക്കര എന്നീ ഡിപ്പോകളിൽ നിന്നായി 7 ബസ്സുകളിലായി 300 പേരാണ് രാവിലെ 10:30 ആറന്മുളയിലെത്തുക. തൃപ്പുലിയൂർ, തിരുവൻവണ്ടൂർ, തൃച്ചിറ്റാറ്റ്, തിരുവാറന്മുള, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്ര ദർശനത്തിനൊപ്പം ആറന്മുള വള്ളസദ്യയിലും പങ്കെടുക്കുകയാണ് യാത്രക്കാരുടെ ലക്ഷ്യം. വള്ളസദ്യയ്ക്കും പ്രത്യേക വഞ്ചിപ്പാട്ടിനും 300 രൂപ ഉൾപ്പെടെയുള്ള നിരക്കാണ് വിവിധ ഡിപ്പോകളിൽ നിന്നായി അഞ്ചമ്പല പാക്കേജിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തെത്തുന്നവർക്കായി KSRTC ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 25 രൂപ ഉയർന്ന് 6,325 രൂപയും പവന് 200 രൂപ ഉയർന്ന് 50,600 രൂപയുമാണ് ഇന്നത്തെ വില. പാല കടനാട് ചെക്ക് ഡാമിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കടനാട് കല്ലിടുക്കിൽ രാജേഷിന്റെ മൃതദേഹമാണ് ടൗണിന് സമീപത്തെ ചെക്ക് ഡാമിൽ കണ്ടെത്തിയത്. മേലുകാവ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് തീവണ്ടി സർവീസ് പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മാസം 31 മുതൽ ഓഗസ്റ്റ് 25 വരെ പ്രത്യേക സർവീസാണ് നടത്തുന്നത്. എറണാകുളത്ത് നിന്ന് ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലും ബംഗളൂരുവിൽ നിന്ന് വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിലുമാണ് സർവീസ് നടത്തുന്നത്. 10 സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുണ്ടാകും. ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിവയ്പ്. കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിലെ കാംകാരി മച്ചൽ സെക്ടറിലെ ഒരു ഫോർവേഡ് പോസ്റ്റിലാണ് അജ്ഞാതരുടെ വെടിവയ്പുണ്ടായത്. സൈനിക നടപടിയിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായും ഒരു പാകിസ്ഥാൻ പൗരൻ കൊല്ലപ്പെട്ടതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷാ താരങ്ങൾ ഇന്നിറങ്ങും.
ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഏഷ്യാ കപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.